ഇന്ന് നമുക്ക് ബയോളജി സ്റ്റഡി വ്ലോഗ് കണ്ടാലോ? 15-ാം തീയതി ആട്ടോ നമുക്ക് എക്സാം വരുന്നത്. അതിന് മുന്നേ എല്ലാം അങ്ങ് റിവൈസ് ചെയ്യാൻ പോവുകയാട്ടോ. ബയോളജി എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിഷയങ്ങൾ, ടഫൊന്നുമില്ല കേട്ടോ ഒരുപാട്. ഈ 9th എത്തിയപ്പോൾ എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ള ചാപ്റ്ററായിട്ട് തോന്നിയത് 2ാമത്തെ ചാപ്റ്റർ ആട്ടോ. അത് ഇച്ചിരി ടഫായിട്ട് തോന്നി. അതെന്ത് ചെയ്താൽ പഠിച്ചാലും തലയിൽ കയറില്ലായിരുന്നു. അതിൻ്റെ കാരണത്തിൽ ഫസ്റ്റ് ടൈമിൽ എനിക്ക് മാർക്ക് ഇച്ചിരി കുറവായിരുന്നു കേട്ടോ. സെക്കൻഡ് ടൈം ആയപ്പോഴേക്കും അത് ശരിയായി, A+ ആയി വന്നു കേട്ടോ. ബയോളജി അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ തിയറി കാരണം പെട്ടെന്ന് തന്നെ വായിക്കാനും പറ്റും. പിന്നെ എനിക്ക് വായിക്കണം നല്ല ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് തന്നെ തിയറി സബ്ജക്ട്സിനൊക്കെ അത്യാവശ്യം മാർക്കുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റഡി വ്ലോഗിൻ്റെ കാര്യമൊക്കെ പറയാം കേട്ടോ. ഹൈലൈറ്റർ ഇല്ലാത്തൊരു ഇതില്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാട്ടോ ഹൈലൈറ്റർ. എന്താണെന്നറിയില്ല, ചുമ്മാ വരച്ചു വയ്ക്കും കാര്യം, പക്ഷെ എന്നാലും അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി. പിന്നെ കുറേയൊക്കെ എഴുതി പഠിക്കും. ഫസ്റ്റ് ടൈമിലൊക്കെ ഞാൻ നന്നായിട്ട് എഴുതി പഠിക്കാമായിരുന്നു കേട്ടോ. പിന്നെ സെക്കൻഡ് ടൈം ആയപ്പോൾ ഇച്ചിരി മടിയും തോന്നി. പിന്നെ സമയം ഒരുപാടില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ എഴുതി പഠിക്കാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ളത് മാത്സ് ആട്ടോ. ഈ വ്ലോഗ് ഉണ്ടല്ലോ, മാത്സ് പഠിപ്പിക്കലൊക്കെ കണ്ട് എനിക്ക് കുറച്ച് ഐഡിയാസൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. 9th എത്തിയപ്പോഴാണ് മാത്സ് ടഫായിട്ട് തോന്നിയത്. 8th വരെ നല്ല സിമ്പിളായിരുന്നു കേട്ടോ. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ പെൻറ്റോണിക്കിൻ്റെ പെന്നാണ് യൂസ് ചെയ്യുന്നത്. യൂണോമാക്സിൻ്റെ പെന്നാണ് ഞാൻ 8th യൂസ് ചെയ്യാൻ തുടങ്ങിയത്. നല്ല അടിപൊളി പേനയാട്ടോ അത്. നല്ല ഹാൻഡ് റൈറ്റിംഗ് കിട്ടും. ഇനി ഗീവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടി ഓടിച്ചെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ.